ചേച്ചി വിചാരിച്ചിട്ടുണ്ട് ബിഗ് ബോസ് ആവോ നമ്മളുടെ എന്നുള്ളത്. കാരണം 10 ദിവസം ആ ഒരു ചെറിയ അതെ അപ്പൊ എന്തായാലും നിനക്ക് ഉണ്ടാവും എന്നുള്ളത് എല്ലാവരും ഇതിലുണ്ടായിരുന്നു. ഹായ്, അപ്പോ നമ്മളിപ്പോ ഡോളോമൈറ്റ്സിലാണ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇനിത്തെ നമ്മുടെ യാത്ര നമ്മുടെ വെന്നീസിലേക്കാണ്. അപ്പൊ വെന്നീസിലെ വിശേഷങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അതെ, അപ്പൊ ഡോളോമൈറ്റ്സിലെ ക്യാമ്പിംഗ് സൈറ്റിൽ നിന്ന് നമ്മൾ നേരെ വെന്നീസിലേക്ക് യാത്ര തിരിച്ചു. അന്നത്തെ എനിക്ക് ഓർമ്മയുള്ളതെന്ന് പറഞ്ഞാൽ അന്ന് മഴ ദിവസമായിരുന്നു ശരിക്കും. പിത്തലേന്ന് 2 ദിവസം നമുക്ക് നല്ല സണ്ണി ഡേയ്സ് കിട്ടി. പിറ്റേ ദിവസം ആയപ്പോ കുറച്ച് മഴ വന്നു. അങ്ങനെ ആ ഒരു മഴയത്തോടെയായിരുന്നു. വെന്നീസിൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നമ്മളത് ലക്കിയായി. നമ്മള് ഡ്രൈവ് ചെയ്യുന്ന ദിവസങ്ങളൊക്കെ മഴയും നമ്മൾ നിൽക്കുന്ന ദിവസങ്ങളൊക്കെ ഭാഗ്യമായിരുന്നു. അതെ, അങ്ങനെ നമ്മള് ഈ പോപ്പിന്റെ വാർത്തയൊക്കെ പിറ്റേ ദിവസമാണ് നമ്മൾ അറിയണത്. അങ്ങനെ നമ്മള് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മൾ ഈ ഗ്രാമങ്ങളിൽ കൂടെ പോകുമ്പോ അവിടുത്തെ ഒത്തന്റിക് ഫുഡ് നമുക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന്. അവിടുത്തെ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. പൊതുവെ എല്ലാതും ക്ലോസ്ഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഞായറാഴ്ച ഈസ്റ്ററിന്റെ അന്നാണ് തോന്നുന്നു. അപ്പൊ ഈസ്റ്ററിന്റെ അന്നായതുകൊണ്ട് ഇറ്റലിയാണ്. അപ്പൊ അതുകൊണ്ട് ഒരുവിധം എല്ലാവരും 90%-95% ഷോപ്പുകളൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷെ ഞാനായിരുന്നു അന്ന് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നെ. അപ്പൊ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബാറ് റെസ്റ്റോറന്റ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഇവിടെ നിന്ന് കഴിക്കാം. പാർക്കിംഗ് നോക്കി ഞങ്ങളത് ചെക്ക് ചെയ്തു. വെളിച്ചൊക്കെ ഉള്ള ഒരു സാധനം ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോ അത് ക്ലോസ്ഡ് ആണ്. അപ്പൊ ഞങ്ങളുടെ ചേച്ചി ഭയങ്കര എന്താ പറയാ, ഇങ്ങനത്തെ കാര്യങ്ങള് ചെയ്യാനൊക്കെ ഭയങ്കര അല്ല ആള്. അതെ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോണ്ട് കുഴപ്പമില്ല. ഇവിടെയൊക്കെ പ്രശ്നം ലാംഗ്വേജ് ഒരു ബാരിയർ. ഇവിടെ ഇറ്റലിയിലും ജർമ്മനിയിലൊക്കെ ഇംഗ്ലീഷ് സംസാരിച്ചൊന്നും പറ്റില്ല. അപ്പൊ എനിക്കിപ്പോ ആളെ വിളിച്ച് അപ്പൊ അവരുടെ ലോക്കൽ ലാംഗ്വേജ് സംസാരിക്കും. പിന്നെ നമ്മൾ പറയണം എനിക്കത് അറിയില്ല, ഇംഗ്ലീഷ് സംസാരിക്കാവോ ചോദിക്കണം. ചിലപ്പോ അത് ഇഷ്ടാവില്ല. അപ്പൊ അതെനിക്കൊരു റെസിസ്റ്റൻസ് അത് ചെയ്യാം. ജനറലി ഞാൻ ചെയ്യില്ല. ഞാൻ എത്ര ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ അവൾക്ക് ആ പ്രശ്നമില്ല. മീനത് വിളിച്ചോളൂ. അതെ, അപ്പൊ ഓഫ് കോഴ്സ് മിന്നു ചേച്ചിനെ തന്നെ ഞങ്ങൾ ഇറക്കി വിട്ടു. മിന്നു ചേച്ചിയെ നോക്കിയിട്ട് വായോ എന്ന് പറഞ്ഞു. അപ്പൊ മിന്നു ചേച്ചി പോയി. ഞങ്ങള് ചെല്ലക്കോടെ നോക്കിയിരിക്കുക. ഇറങ്ങണോ ഇറക്കണ്ടേന്നുള്ള രീതിയിൽ ഞങ്ങൾ ചെല്ലക്കോടെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ മിന്നു ചേച്ചിയുടെ മെസ്സേജ് കമോൺ ഓക്കെ. അപ്പൊ തന്നെ ഞങ്ങള് അവിടെ അടുത്തുള്ള അല്ല നിക്ക് അതിലേക്ക് എത്തട്ടെ കേട്ടോ. അതിനൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങള് പാർക്ക് ചെയ്ത് തിരിച്ചു വരുന്നു. അപ്പൊ ഫസ്റ്റ് പോയത് എനിക്ക് തോന്നുന്നു സജി ചേട്ടനാന്ന് തോന്നുന്നുണ്ട് അല്ലെ, മിന്നു ചേച്ചിയുടെ അടുത്തേക്ക്. അപ്പൊ ഞങ്ങളുടെ കൺസെപ്റ്റ് അത് ക്ലോസ്ഡ് ആണ്. പുറത്തുനിന്ന് നോക്കുമ്പോ അതിനുള്ളിൽ ആരും ഇല്ല. അത് ഭയങ്കര അതല്ല, സ്ട്രീറ്റ്സ് ഒക്കെ എംപ്റ്റിയാണ്. പുറത്തൊരു മനുഷ്യനില്ല. വിജനമായ സ്ഥലം. എന്റെ മനസ്സിൽ അതെ. അപ്പൊ സജി ചേട്ടന്റെ എക്സ്പ്രഷൻ പറയും. സജി ചേട്ടൻ ഞാൻ തുറക്കുമ്പോ എന്റെ മനസ്സിൽ ആരും ഇല്ലാത്ത റെസ്റ്റോറന്റ് ഞാൻ പോയി എക്സ്പ്ലെയിൻ ചെയ്യണം. ഭക്ഷണം അങ്ങനെ തുറന്നപ്പോ നിറച്ച ആൾക്കാർ റൗണ്ട് ടേബിളില് ഒരു 5-6 സായിപ്പന്മാരിന്ന് കള്ളു കുടിക്കുന്നു. തുറന്നപ്പോ അവരെല്ലാവരും നോക്കുന്നു. നമ്മള് പെട്ടെന്ന് പോയി. ഇതെന്റെ ഫ്ലാറ്റ് അല്ല, ഞാൻ അന്വേഷിക്കാൻ പോയപ്പോ ഇത് തന്നെയാണ്. നമ്മള് പറഞ്ഞ പോലെ അങ്ങനെ അധികം ആൾക്കാരെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. തുറക്കുമ്പോ ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രായമായ കുറച്ച് ആൾക്കാര് ഇരുന്ന് ഇങ്ങനെ റൗണ്ട് ടേബിളിൽ ഇരുന്ന് എന്നെ ഇങ്ങനെ നോക്കി. ഞാൻ തുറന്നപ്പോ അപ്പൊ എന്റെ മനസ്സിൽ വന്നത് ചിലപ്പോ ചെയ്യാലോ ഈ ക്ലോസ്ഡ് റെസ്റ്റോറന്റിൽ ചിലപ്പോ അവര് ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ എന്തോ ഒരു സെറ്റപ്പിലേക്കാണ് ഞാൻ ചെന്ന് കയറിയെന്നാണ് എനിക്ക് തോന്നി. പക്ഷെ അവിടെ കയറി ഞാനിപ്പോ അവരെ നോക്കിയപ്പോ പക്ഷെ കുറച്ച് പെൺകുട്ടികൾ ഇങ്ങനെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് കാര്യം പിടികിട്ടി. ഓക്കെ, ഇതുണ്ട്. ഉള്ളിലോട്ട് കയറിയപ്പോ പക്ഷെ ഇതൊരു ഫുള്ളി ഇങ്ങനെ നിറച്ച ആൾക്കാരുള്ള റെസ്റ്റോറന്റ് ആണ്. നമ്മൾ പുറത്ത് കാണുന്ന പോലെയല്ല, ഉള്ളില് വളരെ വൈബ്രന്റ് ആയിട്ട്. പക്ഷെ അതിന് ഭാഗത്ത് ഒരു മനുഷ്യനില്ല കേട്ടാ, ശബ്ദമില്ല, ഒന്നുമില്ല. നമ്മള് ഓർഡർ ചെയ്ത ഫുഡ് എനിക്ക് തോന്നുന്നു അവിടെയും നമ്മള് പിസ്സയാണ് കഴിച്ചത്. അല്ല, നമ്മളവിടെ വെറൈറ്റി ആയിട്ട് കിട്ടിയില്ല. പിസ്സ 6 മണിക്ക്. അപ്പൊ നമ്മള് അവിടത്തെ എനിക്ക് ഓർക്കണില്ലേ എന്താ ഫുഡ്, കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തു. എന്തോ ആൽപീൻ എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തു. നീ ഉണ്ണി ഷെയർ ചെയ്തത് ഓർമ്മ. ചേട്ടൻ എന്തോ പോർക്കിന്റെ ഞാൻ എന്തോ പാസ്ത പോലത്തെ ഒരു സാധനമായിരുന്നു. അതെ, ഞാൻ ഡീറിന്റെ മീറ്റ് വെച്ചിട്ടുള്ള ഡീറിന്റെ മീറ്റും ജോൺ എന്നിട്ട് ആൽപീൻ എന്തോ ഒരു സാധനം, അതിന്റെ മുട്ടയും സോസേജും കൊള്ളായിരുന്നു. ഫുഡ് നല്ലതായിരുന്നു. ഒരു ഒത്തന്റിക് ഇറ്റാലിയൻ വില്ലേജ് റെസ്റ്റോറന്റ്. ശരിക്കും ഇറ്റലിയിൽ പോയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഫുഡിന്റെ പ്രൈസ് ആണ്.
ഫുഡിന്റെ പ്രൈസ് മാത്രമല്ല, ഫുഡിന്റെ ടേസ്റ്റ് ടേസ്റ്റും ഉണ്ട്. അതായത് എസ്പെഷ്യലി നെതർലാൻഡ്സിൽ നിന്ന് പോകുന്ന നമ്മൾക്ക് ആകെ ഉള്ളത് 2 കഷ്ണം ഉണക്ക ബ്രെഡും പിന്നെ കുറച്ച് ചീസും മാത്രമാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോ ആക്ച്വലി അതിന് നമ്മളിവിടെ ഭയങ്കര കാശ് കൊടുക്കുന്നു. നേരെ ഇറ്റലിയിൽ ചെല്ലുന്നു, അടിപൊളി ഫുഡ് ഇഷ്ടം പോലെ വയറ് നിറച്ച് കഴിച്ച് നമ്മൾ ബാക്കി വെച്ചിട്ടും നമ്മൾക്ക് ഇവിടെ നമ്മൾ ഈ സാൻഡ്വിച്ച് കൊടുക്കുന്ന കാശ് തന്നെയാണ് വരുന്നത്. അപ്പൊ അതൊരു ഭയങ്കര നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരു ത്വര നമ്മുടെ ശരിക്കും പറ കൂടി എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, അപ്പൊ അത് കഴിച്ചു. ഞങ്ങള് അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി, യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ നേരെ വെനീസിലേക്കുള്ള യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അല്ല, അവിടത്തെ ഒരു വൈബ് കണ്ടപ്പോ നമുക്ക് മനസ്സിലായി ഈ പോപ്പിന്റെ മരണം അങ്ങനെ ചില സ്ഥലങ്ങളിൽ മാത്രം അങ്ങനെ ചില ഫ്ലാഗുകൾ താഴ്ത്തി കെട്ടിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ, ഇറ്റലിയുടെ പിന്നെ ആ ഒരു ഫ്ലാഗ് മാത്രം. പക്ഷെ ഡെയിലി ലൈഫിനെ അങ്ങനെ ബാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഒരു വൈബ് കിട്ടിയത്. രാവിലെ തന്നെ വീട്ടുകാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ വാങ്ങിച്ചു വെക്കിട്ടാ, കാരണം പോപ്പ് മരിച്ചു ചിലപ്പോ എല്ലാ അടവായിരിക്കും. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു. നമ്മുടെ അത്യാവശ്യം ഫുഡ് ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ജർമ്മനിയിൽ നിന്ന് വന്നപ്പോഴേ ഒരു ലോഡായിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ പോയി വെന്നീസ്. അപ്പൊ നമ്മളിങ്ങനെ വീണ്ടും എനിക്ക് തോന്നുന്നു മല ഇറങ്ങി നമ്മൾ വീണ്ടും കടലിനോട് ചേർന്ന് ഇട്ടുള്ള ഏരിയയിലേക്ക് വരായിരുന്നു. അവിടുന്ന് പിന്നെ വെതറൊക്കെ മാറി, അവിടുന്ന് പിന്നെ സണ്ണി 20 ഡിഗ്രി 23 ഡിഗ്രി. നമുക്ക് അത്യാവശ്യം ലയേർഡ് ഡ്രസ്സുകളൊക്കെ മാറ്റാം നമുക്ക്. എനിക്ക് അവിടെ പോണ വഴിക്ക് ഒരു പാലം ഓർമ്മയുണ്ട്. അപ്പൊ നമ്മള് അല്ലല്ല നമ്മൾ പറഞ്ഞു എന്താ ഡൈനോസറിന്റെ ഫിലിംസിൽ ഉണ്ടാവുന്ന പോലത്തെ പാലം ഫുള്ള് പച്ചപ്പ്, അതിന്റെ നടുക്ക് ചെറിയ പാലം വെച്ച പാലം. ആ ഒരു പാലം അത് എനിക്ക് തോന്നുന്നു ഇൻഫ്രാസ്ട്രക്ചർ മൊത്തത്തില് ഈ ഹില്ലി ഏരിയയില് നമുക്ക് അങ്ങനത്തെ ഭയങ്കര നമുക്ക് ചിന്തിക്കണ പോലെ, അതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇങ്ങനെ വരച്ചിട്ട് വരച്ചിട്ട് പറയണ ഇതിൽ കൂടെ ഒരു പാല അല്ലെങ്കിൽ ഇതിൽ കൂടെ റോഡ് വേണമെന്ന് പറഞ്ഞാൽ അതേപോലെയുള്ള റോഡുകള്. നമ്മുടെ നാട്ടില് ജനറലി ഹില്ലി ഏരിയസിലെ റോഡ് എന്ന് പറഞ്ഞാൽ ആ ഹില്ലിന് ചുറ്റി കേറി ഇറങ്ങുന്ന റോഡുകളാണ്. ഇവര് പക്ഷെ അത് തുറന്ന് നേരെ ടണൽ വെച്ചിട്ടാണ്. കാരണം നമ്മൾ ഹില്ലി ഈവൻ സ്വിറ്റ്സർലാൻഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൽപ്സ് ആണ്, വലിയ മൗണ്ടൻ റേഞ്ചസ് ആണ്. പക്ഷെ അവിടെയൊക്കെ എക്സ്പ്രസ് ഹൈവേസ് ആണ്, നമ്മൾ 100 കിലോമീറ്റർ പെർ പോകുന്നത്. എന്ന് വെച്ചാൽ റോഡ് ഹൈവേ വെച്ചാൽ നമ്മുടെ മൗണ്ടൻസ് തുറന്ന് ടണൽസ് ആണ്. ചില എല്ലാവരും 5 കിലോമീറ്റർ കൂടുമ്പോഴും അതും വലിയ ടണൽസ് 5-6 കിലോമീറ്റർ നീളമുള്ള, നമ്മളെ ഏറ്റവും നീളം കൂടി 17 കിലോമീറ്റർ ടണൽ പോയി. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ നല്ലതാണ്. നമ്മളിപ്പോ നമ്മൾ ജനറൽ നമ്മുടെ നാട്ടിലിപ്പോ ഒരു ഗട്ടില് പോകുമ്പോൾ സ്ലോയിലേ പോകാൻ പറ്റുള്ളൂ, ട്രാവൽ ടൈം കൂടും. പക്ഷെ നമുക്ക് കുറച്ച് ഭയം തോന്നാം, കുറച്ച് റിസ്കി ആയിട്ട് തോന്നാം. കാരണം നമ്മള് ഒരു ടയർ ഇങ്ങോട്ട് പോയാൽ ചിലപ്പോ അപ്പുറത്തേക്ക് പോകുന്നൊക്കെ തോന്നും. പക്ഷെ ഇവിടെ ഒരു മൊമെന്റിൽ പോലും അങ്ങനെ ഒരു പ്രോപ്പർ എക്സ്പ്രസ് ഹൈവേസ്. പക്ഷെ നമ്മൾ പോകുന്നത് ഇത്രയും എലവേഷൻ, ഇത്രയും ഹില്ലി ആയ ഫ്ലാറ്റ് അത് സമ്മതിക്കണം. അതായത് വണ്ടിനെ ഞാൻ വലിഞ്ഞ് ഭയങ്കര ടോർക്കി എടുത്ത് പോണ പോലെ ഫീൽ ഒന്നുമില്ല. ഹില്ല് നമുക്ക് ഇറങ്ങുമ്പോഴും മല കാണുമ്പോഴാണ് മനസ്സിലാവണം നമ്മൾ ഹില്ലിന്റെ മുകളിലാണ് എന്നുള്ളൊരു ഫീലിംഗ്. നമ്മള് പലതും പല പാലങ്ങളും നമ്മൾ മുമ്പിലോ അല്ലെങ്കിൽ ബാക്കിലോ കാണുമ്പോഴാണ് ഇത്ര വലിയ പാലത്തിൽ അറിയുന്നില്ല. റോഡിൽ ഇങ്ങനെ പോകുന്നു, പക്ഷെ ചില പാലങ്ങൾ മുമ്പിൽ കാണാം. ഈ വളവ് കഴിഞ്ഞ പാലം അത് വലിയ പാലാണല്ലോ, നമ്മള് പോണത് പാലാണെന്ന് മനസ്സിലാവുന്നത്. നമ്മള് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, നമ്മള് പറയാം ആ മലയുടെ മോളിക്കോടൊക്കെ പോണ അതൊരു പ്രത്യേകതയാണ്. കാരണം ഒരു ഹോളുകൾ ഉണ്ട് അതിന്, അതൊരു ബിൽഡിംഗ് പോലെ തോന്നുള്ളൂ. ആ മലയിൽ ഒരു വിൻഡോസ് അത് ഭയങ്കര ഞെട്ടിച്ച് കളഞ്ഞു. അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കരമായിരുന്നു. അതെ, അങ്ങനെ നമ്മൾ വെന്നീസിലേക്ക് എത്തി. പിന്നെ നമ്മള് വണ്ടി ഇടണത് വെന്നീസ് എത്തി, എനിക്ക് പറഞ്ഞ പോലെ ക്ലൈമറ്റ് നന്നായി. അതേപോലെ നമ്മൾ വണ്ടി ഇടണത് മെയിൻലാൻഡിലാണ്. പിന്നെ അപ്പൊ വെനീസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ബോട്ടുകളാണ്, കനാലുകളാണ് അവരുടേത്. നമുക്ക് വണ്ടി കൊണ്ട് അവിടേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആ കനാൽ അതിന്റെ ഉള്ളിൽ തന്നെ ജീവിക്കണം എന്ന്, കാരണം വെനീസ് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കലാണ്, അവിടെ കിടന്ന് നടക്കുക, അവിടെ ജീവിക്കുക എല്ലാണ് വെനീസ് കാണാന്ന് പറഞ്ഞ. അപ്പൊ അങ്ങനെ നമ്മള് വണ്ടി ഇടുന്നു. പിന്നീട് നമ്മുടെ ഈ ക്യാമ്പർ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല രീതിയിലുള്ള ക്യാമ്പർ ട്രിപ്പാണ് എക്സ്പീരിയൻസ് ചെയ്യണത്. പിന്നെ നമ്മൾ വണ്ടി ഒരു സ്ഥലത്ത് ഇട്ട് സാധാരണ ഒരു ട്രാവലറുടെ പോലെ വന്നു. നമ്മൾ നമ്മുടെ ലഗേജുകൾ എടുക്കുന്നു വണ്ടിയിൽ നിന്ന്. കാരണം നമ്മുടെ ഹോട്ടല് സിറ്റിയുടെ ഈ വെന്നീസിന്റെ അകത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് വണ്ടി പോകാത്തത് കൊണ്ട് നമ്മുടെ എല്ലാ ലഗേജും പക്ഷെ മിനിമലായിട്ട് നമുക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ സ്പെഷ്യൽ പാക്കിങ് ചെയ്യണു. അത് വണ്ടി അവിടെ ഇട്ട് നമ്മള് പോരാണ്. പിന്നെ അങ്ങോട്ട് ഒരു ദിവസം അല്ലെങ്കിൽ 24 മണിക്കൂർ കംപ്ലീറ്റ്ലി ബോട്ട്, പിന്നെ വാക്കിംഗ് ആണ്. പിന്നെ നമ്മുടെ വളരെ ഒരു കോൺട്രാസ്റ്റ് ആയിരുന്നു. വന്നിട്ട്
പിന്നെ റോഡും ഇല്ല ഒന്നുമില്ല. വളരെ ക്രൗഡഡ് ആയ കുറച്ച് ആൾക്കാർ എന്നാ വളരെ ഡോളോമൈറ്റ്സ് പക്ഷെ വളരെ ശാന്തമായിരുന്നു. വെനിസ് പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയ ആൾക്കാരും ബഹളവും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഡോളോമൈറ്റ്സ് കുറെ കഴിഞ്ഞപ്പോ നമുക്ക് മലകൾ കണ്ട് ഒരു മടുത്തു. തുടങ്ങി മതി എന്ന് തോന്നി. അപ്പോഴാണ് ശരിക്കും നമ്മള് ഫ്ലാറ്റ് ഏരിയയിലേക്ക് വരുന്നത്. അപ്പൊ അവിടെ എത്തി, അപ്പൊ ആൾക്കാരുടെ തിരക്ക്. അപ്പൊ നമ്മള് വീണ്ടും ഒരു എന്താ പറയാ ആൾക്കാരുടെ ഇടയിലേക്ക് ചെന്നു. ചെറിയ നേരോ റോഡുകള്, നേരോ പിന്നെ പറഞ്ഞ ബിൽഡിങ്ങുകള്. പോലെ എല്ലാം വളരെ ആക്സസിബിൾ ആണ്. കടകളും ഭക്ഷണമൊക്കെ അതെ, രാത്രി വരെ തുറക്കുന്ന ഭക്ഷണശാലകളും സൂപ്പർ മാർക്കറ്റ്സും ഒരു മൗണ്ടൻസ് റീജിയനിൽ ഒരു സിറ്റിയിലോട്ട് പോയ ഫുൾ ഫ്ലെഡ്ജ്ഡ് ബസിലിംഗ് സിറ്റി. എനിക്കത് മനസ്സിലായത് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണെന്ന് മനസ്സിലായി. ഞാനിപ്പോ തീരദേശം, ഞാൻ എന്റെ വീട് തൃശ്ശൂര് സൈഡിലാണ്. അപ്പൊ മൗണ്ടൻസ് ഒക്കെ കാണാനൊക്കെ ഭംഗിയുണ്ട്, 1-2 ദിവസമൊക്കെ കാണാം. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് ജീവിക്കാൻ കുറച്ചുകൂടെ തീരദേശമാണെന്ന് എനിക്കന്ന് മനസ്സിലായി. എത്തിയപ്പോ ഒരു സമാധാനം. കാരണം എപ്പോഴും നമുക്ക് ഹില്ലി ഏരിയയില് അപകടങ്ങള്, ആക്സിഡന്റ്സ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. ആള് വിളിക്കുന്നത് ബബിൾസ് ഇടയ്ക്ക് പുറത്തു പോവും, ഇടയ്ക്ക് അകത്ത് കയറും. ആൾക്ക് പുറത്ത് പോകണമെന്നാണ് ആഗ്രഹം, പക്ഷെ തണുപ്പ് കൂടുമ്പോ ആള് അകത്ത് കയറും. വെനീസിലെത്തി. വെനീസിൽ നമ്മള് ബോട്ടിന്റെ 1 ഡേ പാസ് എടുത്തു. പിന്നെ ഇവർ ഓൾറെഡി വെനീസ് പോയിട്ടുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് വെനീസ് അങ്ങനെ അത്രമാത്രം എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഇത് ഉണ്ടായിരുന്നില്ല. അത് പിന്നാലെ അതിന്റെ സ്റ്റോറി വരുന്നുണ്ട്. അതെ, അപ്പൊ ഞങ്ങള് 1 ഡേ ടിക്കറ്റ് ഇട്ടു. ഇവര് ജസ്റ്റ് നമുക്ക് അവിടെ എത്താനുള്ള ടിക്കറ്റ് 75 മിനിറ്റ്സിന്റെ എടുത്തു. എന്നിട്ട് ഇവര് അവിടെ പറഞ്ഞു ഞങ്ങൾ അവിടെ റെസ്റ്റ് ചെയ്തോണ്ട് നിങ്ങൾ കാണേണ്ടതൊക്കെ പോയി കണ്ടിട്ട് പോന്നോളാൻ പറഞ്ഞു. അവിടെ പിന്നെ നമ്മുടെ 24 മണിക്കൂറുള്ള ബോട്ട് യാത്ര തുടങ്ങാണ്. അതായത് പിന്നെ നമ്മൾ യാത്ര ചെയ്യാം, ഒന്നിലേക്ക് കാലുകൊണ്ട് അല്ലെങ്കിൽ ബോട്ട് വിടും, അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. ഇനി ബോട്ടിൽ പോവാന്ന് പറഞ്ഞാലും നമ്മള് നടന്ന് ആ എത്തുന്ന സ്ഥലം മീൻസ് ആ ഡിസ്റ്റൻസ് തന്നെ എടുക്കും. ഈ ബോട്ട് ജെട്ടിയിലേക്ക് എത്തി അവിടെ നിന്ന് അടുത്ത സ്റ്റോപ്പിലെത്തി അവിടെ നിന്ന് ആ സ്ഥലത്തേക്ക് നടക്കുന്നത്. അപ്പൊ എങ്ങനെ പോയാലും നടക്കുന്നത് തന്നെയായിരുന്നു ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചാവാം. പിന്നെ ഞങ്ങൾക്ക് യൂട്യൂബും കൂടി കുറച്ച് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് സഞ്ജു ചേട്ടനും മിന്നു ചേച്ചി അവിടെ റെസ്റ്റ് ചെയ്തു. അവര് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്ക് ഫ്രഷ് ആയി ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, രസകരമായ കാര്യത്തിന് ഇവര് ലോണ്ട്രി പറഞ്ഞില്ല, നമ്മൾ മിനിമലായിട്ട് പാക്ക് ചെയ്യണത് കൊണ്ട് നമുക്ക് ലോണ്ട്രി ഉപയോഗിക്കാന്നുള്ളൊരു പ്ലാൻ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം അത് ചെയ്യാനുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കയ്യില്. അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങൾ ലോണ്ട്രി ചെയ്യാം, Airbnb ആണല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നു. ഞങ്ങള് പുറത്തിറങ്ങി. കാരണം ഞങ്ങൾക്ക് 24 മണിക്കൂർ ഇല്ല ജസ്റ്റ്. അപ്പൊ എത്ര സാധനങ്ങൾ കാണാൻ പറ്റുന്നോ നമ്മുടെ സാധാരണ ചിന്താഗതി ഉണ്ടോ, ഒരു സ്ഥലം പോയി കഴിഞ്ഞാൽ മാക്സിമം സ്ഥലങ്ങൾ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ആയിരുന്നത്. അപ്പൊ ഞങ്ങൾ യൂട്യൂബിനുള്ള റീൽസ് എടുക്കണം ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ ഇറങ്ങി ചടപട ഞങ്ങള് മാപ്പില് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങള് പുറത്തിറങ്ങി. ആരംഭിച്ചത് ഇവര് പറയട്ടെ എന്താണ്. അതെ, അപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ലോണ്ട്രി ഒക്കെ ചെയ്തിട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഡ്രസ്സൊക്കെ പിടിച്ച് ബോട്ടിലൊക്കെ വന്നിട്ടാണ് വന്നത്. വലിയൊരു ഷോപ്പിംഗ് ബാഗ് ഫുള്ള് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി എല്ലായിടത്തും ലോണ്ട്രി മാറ്റ് ഒക്കെ ഉണ്ട്. അവിടെ നമ്മുടെ റൂമിൽ തന്നെ ഉണ്ടല്ലോ എന്നുള്ള രീതിയില് സൗകര്യപൂർവ്വം മലക്കാലോ എന്ന് പറഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ നമ്മളന്ന് ഇത് നേരെ വാഷിംഗ് മെഷീനിൽ ഇട്ടു. എന്നിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയി. അപ്പൊ ഡിന്നർ കഴിച്ച് വന്നു. ആ ടൈം ആയപ്പോഴേക്കും സഞ്ജു ചെറിയ തലവേദനയൊക്കെ വന്നു. അപ്പൊ സഞ്ജു കയറി കിടന്നുറങ്ങി. ഞാൻ അപ്പൊ തിരിച്ചു വന്നിട്ട് ഓക്കെ ഇത് അഴയിലിടണം. അപ്പൊ ഞാൻ എടുക്കുമ്പോ പക്ഷെ എല്ലാ വെള്ളവും അങ്ങനെ വെള്ളം തീരെ പോയിട്ടില്ല. ഞാൻ സ്പിന്ന് ശരിക്കും ആയിട്ടില്ല. ഞാൻ ഒന്നും കൂടി ഇട്ടിട്ട് സ്പിൻ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് സ്പിന്നാവുന്നില്ല, ഡ്രം കറങ്ങണില്ല. അപ്പൊ എനിക്ക് മനസ്സിലായത് വാഷേ ചെയ്തിട്ടില്ല, പക്ഷെ വെള്ളം വരുന്നുണ്ട്. വെള്ളം നിറയുന്നു, വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുന്നു, അത്രേ ഉള്ളൂ. വേറെ അത് കറങ്ങിയിട്ടേ ഇല്ല. അപ്പൊ ഇത് ഫുള്ള് നനഞ്ഞ് നല്ല സോക്കായ സാധനം. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യുന്ന ഇനി എന്റെ ഇത് അപ്പൊ നോക്കുമ്പോ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് ഒരു 10 മിനിറ്റ്സ് വാക്കിലൊക്കെ ഇഷ്ടംപോലെ ലോണ്ടറോ മാറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ പിന്നെ പക്ഷെ ഇപ്പൊ ഈ ഇതെന്താന്ന് വെച്ചാ അപ്പൊ അതിഥി ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ആളൊന്ന് എവിടെയെങ്കിലും തിരുന്ന് TV ഒക്കെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് വരുന്നിട്ടുള്ളത്. അപ്പൊ ഇനി സഞ്ജു ആണെങ്കിലും ആ ഒരു മോഡിലാണ്, ഇന്ന് റിലാക്സ്
പിന്നെ ഇപ്പൊ ഇവര് ഇനി നാളെ രാവിലെ എഴുന്നേറ്റ് എന്റെ കൂടെ വരുന്നു, ഞാൻ തന്നെ അല്ല എനിക്ക് ഏറ്റവും കോമഡി തോന്നിയത് അന്ന് രാത്രി നമ്മള് റീൽസ് ഒക്കെ എടുത്ത് പുറത്തൊക്കെ ഇറങ്ങി വന്നപ്പോ ഒരാള് മുഖൊക്കെ ആകെ ഓഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞങ്ങള് പോകുമ്പോ നല്ല സന്തോഷമോ എനിക്കിന്ന് റിലാക്സ് ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞിരിക്കട്ടോ. പിന്നെ ഭയങ്കര മൂഡ് ഓഫ്. എന്ത് പറ്റിയേ? അതല്ല, ഇത് ഈ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. അത് അപ്പൊ ഞാൻ അലക്കിയതിലെല്ലാം വെള്ളം മുഴുവൻ ഹോളില്. ഞാനൊന്ന് അന്നൊന്ന് ചെന്നിന് ഒന്നുമില്ല, വെറുതെ ബെഡിൽ ഇങ്ങനെ കിടക്കുള്ളൂ എന്ന് വിചാരിച്ചിരുന്നായിരിക്കും. എന്താ പറയാ, അന്ന് വീണ്ടും പണി. മുഖഭാവമാണ് തുറന്നു വരുമ്പോ കാണണ്ടേ. പിന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് വെന്നിസ് ഒക്കെ കിടന്ന് നടക്കണം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇതൊക്കെ ആയപ്പോ എന്താ പറയാ, മൂടങ്ങോട്ട് പോയി. അതായത് എനിക്ക് ഓർമ്മ, നമ്മളന്ന് പിറ്റേ ദിവസം ഭയങ്കര രാവിലെ എണീറ്റു. അപ്പൊ രാവിലെ എണീറ്റ് ചേട്ടനെ എണീറ്റുണ്ടായിരുന്നു. അപ്പൊ ചേച്ചിയുടെ മുഖം കണ്ടു, ചേച്ചി ഇങ്ങനെ ആലോചിച്ചിരിക്കുക ദൈവം. അങ്ങനെയല്ല, ഈ അഴ ഇട്ടേക്കുന്നതിന് നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇവരുടെ ബെഡ്റൂമിന്റെ വാതില് തുറക്കുമ്പോ ഉള്ളത്. അപ്പൊ ആളിങ്ങനെ കിടന്നിട്ട് മറ്റേ ആനന്ദശൈലത്തിൽ കിടക്കണ പോലെ കിടന്നിട്ട് ഇത് നോക്കി ഇങ്ങനെ ആലോചിച്ച് കിടക്കുക. അപ്പൊ ഞങ്ങള് പറഞ്ഞേ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞങ്ങളൊന്നും കൂടി കറങ്ങിയിട്ട് വരാം, ഇതെന്താന്ന് വെച്ചാൽ ചെയ്തിട്ടാ. അല്ല, എന്നിട്ട് ഭാഗ്യത്തിന് നിങ്ങൾക്ക് അവിടെ തന്നെ. അതെ, പക്ഷെ അപ്പൊ എല്ലാരും അധികം സഹകരിച്ചു. അപ്പൊ നമ്മൾ ഇതെല്ലാം ഇട്ടിട്ട് നമ്മള് രണ്ടുപേരും ഞാൻ ആദ്യം കൊണ്ടുപോകുന്നതാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. പക്ഷെ ഞാൻ പൊക്കി നോക്കി നനഞ്ഞിരിക്കാണല്ലോ, വെള്ളം കുടിച്ചാലും ഭയങ്കര വെയിറ്റ്. എനിക്ക് മനസ്സിലായി ഇവർക്ക് ഒറ്റയ്ക്ക് പൊക്കി നടക്കാൻ പറ്റില്ല. പിന്നെ എന്തോ ഭയത്തിന് അതിൽ വെച്ചപ്പോ അത് പറഞ്ഞു ശരി പോന്ന് പറഞ്ഞു. അതെ, അവള് സഹകരിച്ചു. അപ്പൊ നമ്മള് രണ്ട് സൈഡിൽ പിടിച്ചിട്ട് നമ്മള്, പക്ഷെ ഈ പറഞ്ഞ പോലെ ഏർലി മോർണിംഗ് ആണ്, 7 മണി 7:30 ആ ടൈമിൽ പോയെ. അപ്പൊ അവിടെ ചെന്നു, ഈ നമ്മൾ ലോണ്ടറോമാറ്റിൽ ഇട്ടു. അപ്പോഴാണ് അതൊരു ഇപ്പൊ അതിന്റെ റിവ്യൂസിലൊക്കെ കണ്ടത് ഇങ്ങനെ അതൊരു ട്രിപ്പാണ്. നമ്മളിങ്ങനെ പോയി അത് ഇട്ടിട്ട്, അപ്പൊ രാവിലെയാണ്, വെന്നസിന്റെ തിരക്കുകളൊന്നുമില്ല, നല്ല ഒഴിഞ്ഞ കയറ. പിന്നെ നമ്മൾ ഈ ലോണ്ടറോമാറ്റ് എന്ന് പറയുന്നത് ഉള്ളിലേതോ അങ്ങനെ ടൂറിസ്റ്റ് ആയ കയറുന്ന സ്ഥലമൊന്നും അല്ല, വളരെ ഒഴിഞ്ഞ്. പിന്നെ ഇങ്ങനെ അടുത്തൊക്കെ നിറച്ച് കഫേസ് ഉണ്ട്. നമ്മൾ അതിലിട്ടു, കഫേയില് പോയിരുന്നു, ചായ ഒക്കെ കുടിച്ചു, കോഫി ഒക്കെ കുടിച്ചു, ശരിക്കും റിലാക്സ്. അപ്പൊ നമുക്ക് ഇതൊരു രസമുള്ള ഏർപ്പാടാണല്ലോ. അപ്പൊ ഈ ലോണ്ടറി ചെയ്യുന്നു, അത് കഴിഞ്ഞ് ലോണ്ടറി എടുത്ത് വെച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നു. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവുന്നത്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സിറ്റീസിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊരു ലഞ്ചൊക്കെ കഴിച്ച് പെട്ടെന്ന് തിരിച്ചു വന്ന് ഒന്ന് റിലാക്സ് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ കുറച്ച് ഈവനിങ് കഴിഞ്ഞിട്ട് വീണ്ടും പോകുമ്പോ അതെ അതപ്പോ ഈ ഡേ ട്രിപ്പേഴ്സിന്റെ ഒന്നും ശല്യം ഉണ്ടാവില്ല. പിന്നെ കുറച്ചും കൂടെ കാമായിരിക്കും. അതെ, അത് ഞങ്ങൾക്കും തോന്നി. കാരണം നമ്മള് തലേദിവസം നടന്നപ്പോ ആൾക്കാർ മുഴുവൻ ഇടിച്ച് തെറിപ്പിച്ചിട്ടൊക്കെയാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ രാവിലെ എഴുന്നേറ്റ് പോയപ്പോ ഒരാളില്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റി. അതൊക്കെ നല്ല ഇതായിരുന്നു. പിന്നെ ഞങ്ങള് നിക്കാത്ത ഓട്ടായിരുന്നു ശരിക്കും വെന്നീസിൽ. ശരിക്കും ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. കാരണം ഈ യൂട്യൂബ് ഉള്ളത് കൊണ്ട് അതിന്റെ റീൽസ് എടുക്കാനായിട്ട് ചാർട്ട് ചെയ്യലും അതിന്റെ കാര്യങ്ങളിൽ തിരക്കായിരുന്നു. പിന്നെ വെന്നീസ് റിലാക്സ് ചെയ്ത് ഇവരാണ്. അതെ, കാരണം വെന്നീസിൽ നമുക്ക് കുറച്ച് കണ്ടന്റ് ഞാൻ ഇവിടുന്ന് പോണേക്കാൾ മുൻപ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എടുക്കണം എന്നുള്ളത്. അതിന്റെ റീൽസ് ഇപ്പൊ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങക്ക് അത് കാണാം. അത് കുറെ വെന്നീസിൽ നമുക്ക് കുറെ നിഗൂഢമായ കാര്യങ്ങളുടെ റീൽസ് കിട്ടി. അപ്പൊ കുറച്ച് കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടു. ഓ എന്താ ഡാർക്ക് സീനാണല്ലോ മാറ്റി പിടിക്കുന്നൊക്കെ ഞാൻ കണ്ടു. പക്ഷെ വെന്നീസിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങള് നമ്മൾ കണ്ടു. ഡ്രാഗന്റെ എല്ല് കാണാൻ പോയി. അതൊക്കെ ഒരു ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഇതുവരെ ആയിട്ടുള്ള ഒരു ഐലൻഡ് സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ചു. അത് നമ്മള് വെന്നീസിന്റെ ഒക്കെ നമുക്ക് വെന്നീസ് നമ്മളെ സംബന്ധിച്ച് വെന്നീസ് വേറെ ഒരു എക്സ്പീരിയൻസ് ആണ് തന്നത്. പക്ഷെ ചിലപ്പോ ഈ റിലാക്സ് ബാക്കിയുള്ളവർക്ക് വെന്നീസ് എന്ന് പറയുമ്പോ കൊണ്ടോള ബോട്ട് യാത്ര, നമുക്ക് കൂടുതൽ ഇങ്ങനെ ഐലൻഡുകൾ, അതായത് ഇങ്ങനെ എന്താ പറയാ സിമിട്രി പോലത്തെയുള്ള ഐലൻഡുകള്, അല്ലെങ്കിൽ നമ്മളുടെ ക്വാറന്റൈൻ ചെയ്ത ഐലൻഡ്, പിന്നെ വീട്, അതായത് അബണ്ടന്റ് ആയിട്ടുള്ള വീട്, അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഒരു. അതെ, അതായത് നമ്മള് അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഞാൻ ബ്ലോഗിൽ നോക്കിയപ്പോ കണ്ടിട്ടില്ല. എല്ലാവരും പോകുന്നത് ശരിക്കും മുറാനോ ഐലൻഡ്, അല്ലാന്നുണ്ടെങ്കിൽ വെനീസ് ഐലൻഡ്, അവിടെ കോമൺ ആയിട്ട് പോകുന്ന സ്ഥലങ്ങളിലൂടെയാണ് എല്ലാവരും പോയിട്ട്. അതിന്ന് ഡിഫറെന്റ് ആയിട്ട് ശരിക്കും യൂട്യൂബുള്ള കാരണം കൊണ്ടാണ് കേട്ടോ നമ്മളായാലും കൂടുതൽ അങ്ങനെ വായിക്കുന്നതും അത് കാണണം എന്ന് വിചാരിച്ച് പോകുന്നതൊക്കെ. റിസർച്ച് ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ഇത് വന്നത്. പിന്നെ ഇവർ ഓൾറെഡി കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇവർക്ക് അതിന്റേതായ എക്സൈറ്റ്മെന്റ്. ടൂറിസ്റ്റ് സ്പോട്സ് കാണാനുള്ള ഒരു ഇതുണ്ടായില്ല, കാരണം നമ്മൾ ഓൾറെഡി കണ്ടു. ഇപ്രാവശ്യം നമ്മുടെ ഉദ്ദേശം ഒരു വെറുതെ കനാലിലോ ഒരു കഫേയിലോ ഒരു റെസ്റ്റോറന്റിലോ ഇരുന്ന് ചുമ്മാ റിലാക്സ് ചെയ്യാതെ. അത് കഴിഞ്ഞ് നമ്മള് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. അപ്പൊ ഇവരും
കഴിച്ച് ഞങ്ങൾ പറഞ്ഞു ഒരു 2 മണിക്ക് നമുക്ക് പാർക്കിംഗ് നമ്മുടെ വാൻ ഇട്ട സ്ഥലത്തേക്ക് എത്താം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വാനിലെത്തി. പിന്നെ ഇനി അവിടെ നിന്നുള്ള യാത്ര ഫുഡ് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 2 മണി എന്നുള്ള ഒരു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഓൾറെഡി നമ്മൾ ട്രിപ്പ് ഒരുമിച്ച് പോവുകയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരുമിച്ച് വേണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ വെനീസിൽ ഞങ്ങൾ രണ്ടുപേരും 2 രീതിയിലാണ് പോയത്. ആസ്വദിച്ചത്. അതെ. അപ്പൊ നമ്മൾ ആ പറഞ്ഞ സമയത്ത് നമ്മൾ എന്തായാലും എത്തണമെന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഈ ഒരു റീല് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് കാരണം കൊണ്ട് പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ റീൽ എടുക്കാൻ പോകുന്നതുകൊണ്ട് ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ അതേപോലെ തന്നെ ഇവര് റിലാക്സ് ചെയ്യണോണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല. അത് എടുത്തു പറയേണ്ട കാര്യമായിരുന്നു. കാരണം അല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ചേച്ചി ഇടയ്ക്ക് പറയും ചേച്ചി വിചാരിച്ചിട്ടുണ്ടാ ബിഗ് ബോസ് ആവോ നമ്മളുടെ എന്നുള്ളത്. കാരണം 10 ദിവസം ആ ഒരു ചെറിയ അതെ അതെ. അപ്പൊ എന്തായാലും ഇതിലേക്ക് ഉണ്ടാവും എന്നുള്ളത് എല്ലാവരും ഇതിലുണ്ടായിരുന്നു. പക്ഷെ അവസാന നിമിഷം വരെ നല്ല രീതിയിൽ കടന്നു പോയിട്ടാ ഒരു കുഴപ്പമുണ്ടായില്ല. അത് മുത്തിന് നേരത്തെ പറഞ്ഞ പോലെ ഒരുമയുണ്ടെങ്കിൽ ഒലക്കേമ്പിങ് എടുക്കാം എന്നുള്ളത് ഫ്ലെക്സിബിലിറ്റിയാണ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമില്ല. ഓക്കെ, ഇപ്പൊ ചേട്ടന്റെ അടുത്ത് റീൽ എടുത്തരാൻ പറയുന്നു, ചേച്ചിയുടെ അടുത്ത് റീൽ എടുത്താൻ പറയുമ്പോ ഓക്കെ ഞങ്ങൾ അത് ചെയ്യാം എന്നുള്ളത്. അത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമ്മള് പറക്കുന്തളികയുടെ റീൽ എടുത്തിട്ടുണ്ട്. അതെ, അതില് ആരും ഇങ്ങനെ എന്താ പറയാ ഷൂട്ട് എടുക്കണം, അത് 2 വട്ടം എടുക്കണം. അതിനെല്ലാവരും ഓക്കെ ആണ്. അപ്പൊ ഇത് ഒരു ടേക്ക് കൂടി പോകേണ്ട ഒരു വെളിച്ചം നമ്മുടെ മുഖത്തേക്ക് വന്നിട്ടില്ല. അതിനെന്താ നമുക്ക് എടുക്കാലോ എന്നുള്ള ഒരു ഇത് കിട്ടിയ കാരണം അല്ല ഇവരെ പൊക്കി പറയല്ലേ ഇവരിരുത്തിയിട്ട് സംഭവം. ഇതിപ്പോ നമ്മുടെ മോഹൻലാല് ഷാറൂഖ് ഖാനൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. മോഹൻലാൽ എപ്പോഴും വന്നിട്ട് ശരിയായില്ലേ മോനെ നമ്മുടെ എക്സ്പീരിയൻസ് എനിക്കത് ഫീൽ ചെയ്ത കാര്യമാണ്. കാരണം സാധാരണ ആൾക്കാർ അത്രയും ഫ്ലെക്സിബിൾ ആവില്ല എടുക്കാൻ. ഇപ്പൊ അത് മാത്രം അഭിനയിക്കുന്ന കാര്യം മാത്രല്ല, ഇപ്പൊ ഒരു ചേട്ടനാ നമ്മള് ഇപ്പൊ സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടുള്ള സീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എടുക്കാനൊക്കെ പക്ഷെ നിങ്ങളും ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നവരോ ഈ റീൽസ് ചെയ്യുന്നവരോടൊക്കെ വെച്ച് നോക്കുമ്പോ അങ്ങനെ നമുക്കും അങ്ങനെ ഒരു ട്രിപ്പിൽ അതൊരു ഈ ഫ്ലെക്സിബിലിറ്റിയുടെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം ഞങ്ങൾക്ക് 2 മണിക്ക് ടൈം ഉണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ 2 മണിക്ക് മാക്സിമം എത്താൻ ഞാൻ ശ്രമിക്കും. കാരണം പോസ്റ്റ് കൊടുക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. പിന്നെ ഇവർ ഓൾറെഡി മിക്കവാറും വാനിന്റെ അടുത്ത് ഉണ്ടാവും. അതൊരു ബോർ ഏരിയ ആണ്. പാർക്കിങ്ങിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഒരു സുഖരല്ലോ. ഞങ്ങളിങ്ങനെ ഇടയ്ക്കേന്ന് ഇത് വാങ്ങിച്ചു, പിസ്സ വാങ്ങിച്ച് ഞങ്ങള് അങ്ങനെ 15 മിനിറ്റ് കണ്ട് ഉണ്ടായിരുന്നു നമ്മുടെ ആ ഒരു ബോട്ട് വരാനായിട്ട്. സ്റ്റെപ്പും ഇരുന്ന് നമ്മള് പിസ്സ കഴിച്ചു. അപ്പൊ പോണവര് വരവരൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്. ആ നോക്കിക്കോട്ടെ ഞങ്ങള് ഞങ്ങളത് കഴിച്ചു. എന്നിട്ട് ആ 2 മണി 2:05 തോന്നുന്നു ഞങ്ങളവിടെ എത്തി. പിന്നെ നമ്മള് ഫ്ലോറൻസിലേക്കുള്ള യാത്രയായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട്. അപ്പൊ ഇനി അത് അടുത്ത എപ്പിസോഡില് പറഞ്ഞാൽ പോരാ. അതെ, കൂടുതലാവുന്നുണ്ട്. ഭയങ്കര നമ്മുടെ ലൈറ്റിങ്ങും കാര്യങ്ങളും പിന്നെ കൂടുതലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് വെനീസോട് കൂടി ഈ ഒരു എപ്പിസോഡ് നിർത്താം. അടുത്തത് നമ്മൾ ഇനി ഫ്ലോറൻസിലേക്ക് പോകുന്ന യാത്രയുടെ കാര്യങ്ങളായിരിക്കും. അപ്പൊ അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.